നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. പാകത്തിന് ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും ചേർന്നപ്പോ ഇഡ്ഡലി ബഹുകേമമായി. സാമ്പാറും ചട്നിയും മോശമാണ് മുത്തശ്ശ. സുഭദ്ര പോയ ശേഷം ഇതുപോലൊരു ചട്നി ഞാൻ കഴിച്ചിട്ടില്ല. അവൾ പോയതോടെ ഭക്ഷണത്തോടുള്ള എന്റെ താല്പര്യവും പോയതല്ലേ. എന്റെ അപ്പച്ചിയുടെ കാര്യമാ മുത്തശ്ശൻ പറയുന്നത്. എനിക്ക് വേണ്ടി അഖണ്ഡ ജ്യോതി എടുത്തതാ എന്റെ അപ്പച്ചി. സുഭദ്രയുടെ പുനർജന്മമായിട്ടാ മോളെ നിന്നെ ഞാൻ കാണുന്നത്. നീ എനിക്ക് കൊച്ചുമോളായതും അതുകൊണ്ടാ. തറവാട്ടിൽ ഒരു പെണ്ണ് വന്ന പ്രതീതിയാ എനിക്കിപ്പോ. ലച്ചുവിനെ കൊണ്ടുപോവാൻ അവളുടെ ചേച്ചി വരില്ലേ? അല്ല, ലച്ചുവിനി അങ്ങോട്ട് പോകുന്നുണ്ടോ? ഇല്ല, അതെന്റെ ഉറച്ച തീരുമാനമാണ്. ചേച്ചിയുടെ അദ്ദേഹത്തിന് വിവാഹം കഴിയാനാ ഞാൻ കാത്തിരുന്നത്. അത് കഴിഞ്ഞു. മംഗലശ്ശേരിക്കാർ നിന്നെ ഇവിടെ നിർത്തുമെന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. എനിക്ക് ഒരു ജോലിക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട്. അത് എന്റെ വലിയൊരാഗ്രഹം. അതൊരു നല്ല കാര്യമാണ്. സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തയാവുക, അതിനൊരു ജോലി തന്നെയാ പ്രധാനം. ഗോവിന്ദൻ ഇവൾക്കൊരു നല്ല ജോലി തരപ്പെടുത്തി കൊടുക്ക്. എന്ത് ജോലിയാ ലച്ചു പ്രതീക്ഷിക്കുന്നത്? ടെക്സ്റ്റൈൽ ഷോപ്പിലോ ഫാൻസി ഷോപ്പിലോ എവിടെയാണെങ്കിലും ഞാൻ പോവാം. എനിക്ക് അതിനുള്ള വിദ്യാഭ്യാസ യോഗ്യതയല്ലേ ഉള്ളൂ. നിന്റെ പരിചയത്തിലുള്ള ആരോടെങ്കിലും ഒന്ന് ശുപാർശ ചെയ്യേ. ഞാൻ ശ്രമിക്കാം മുത്തശ്ശ. എന്താ ശ്രീകുട്ടി ഞങ്ങളെ കാണണമെന്ന് പറഞ്ഞത്? അമ്മൂന്റെ ഭർത്താവ് കിച്ചനാണെന്നാണല്ലോ ഇവിടെ എല്ലാരും വിശ്വസിച്ചിരിക്കുന്നത്. എന്നാ കിച്ചൻ തന്നെ എന്നോട് പറഞ്ഞത് അവനല്ല അവളുടെ കഴുത്തിൽ താലി കെട്ടിയതെന്നാ. അവൻ അവളുടെ ഭർത്താവാണെന്ന് പറഞ്ഞല്ലേ ഇങ്ങോട്ട് വന്നത്. ഇപ്പോഴെന്താ സ്വാതിയോട് അവനത് മാറ്റി പറഞ്ഞത്? രാജുവിനത് മനസ്സിലായില്ലേ? കിച്ചൻ അവളുടെ ഭർത്താവ് അല്ലാത്തതുകൊണ്ട്. അവനിവിടെ വെറുതെ വന്നു കയറി പറഞ്ഞതല്ല. അമ്മൂനെ പറ്റിയുള്ള മുഴുവൻ കാര്യങ്ങളും അറിഞ്ഞു വെച്ച അവൻ വന്നത്. കൊള്ളാമല്ലോ, നമ്മളെല്ലാം അങ്ങനെ വിശ്വസിച്ചു പോയില്ലേ? നമ്മളെല്ലാരും ഇല്ല, ഈ വീട്ടിൽ ഒരാൾക്കെല്ലാം അറിയായിരുന്നു. ഞാനൊരു മണ്ടിയാണെന്ന് നിങ്ങൾ ആരും കരുതണ്ട. വ്യക്തമായ പ്ലാനിങ്ങോട് കൂടിയാ കിച്ചൻ ഈ വീട്ടിലേക്ക് വന്നത്. വന്നതല്ല, വരുത്തിയതാ. അത് അമ്മു
അമ്മുമായി കൂടി ആലോചിച്ച് തന്നെയാ. നിങ്ങൾ എന്നോട് പറയില്ലെങ്കിൽ വേണ്ട. പക്ഷേ കിച്ചൺ ഇറക്കിയത് ആരാണെന്ന് ഞാൻ കണ്ടുപിടിക്കും. അമ്മുവിന്റെ ഭർത്താവ് ആരാണെന്ന സത്യം മൂടി വെക്കാൻ നടത്തിയ ഡ്രാമയായിരുന്നു അന്ന് നടന്നത്. കിച്ചനെ വെച്ചത് നീട്ടിക്കൊണ്ടുപോയി. ഇപ്പൊ കിച്ചൻ അല്ല അവളുടെ ഭർത്താവെന്ന സത്യം പുറത്തു വന്നു. അമ്മുവിന്റെ ഭർത്താവ് ആരാണെന്ന സത്യം ഞാൻ കണ്ടെത്തും. എന്തിനാ അദ്ദേഹം എന്നെ വിളിക്കുന്നത്? ഹലോ, ഞാനാ സഞ്ജു. എന്തിനാ എന്നെ വിളിച്ചത്? കിച്ചനെ അന്ന് മനയിൽ കൊണ്ടുവന്നത് സ്വാതിയാ. അതും നിനക്ക് ഓർമ്മ തിരിച്ചിട്ടാൻ വേണ്ടി മാത്രമായിരുന്നില്ല. നിന്റെ കഴുത്തിൽ താലി കെട്ടിയത് അവനാണെന്ന് ഉറപ്പുവരുത്താൻ കൂടിയായിരുന്നു. ഈശ്വര, ചേച്ചി ഇപ്പോഴും അതിന്റെ പിന്നാലെയാണോ? സ്വാതിക്കിനെ അതിന്റെ പിന്നാലെ പോയേ പറ്റൂ. കാരണം കിച്ചൻ നിന്റെ കഴുത്തിൽ താലി കെട്ടിയിട്ടില്ലെന്ന് സ്വാതിയോട് പറഞ്ഞു. അതിനേക്കാൾ വലിയ അപകടം കൂടി നിന്നെ കാത്തിരിക്കുന്നുണ്ട്. ആദ്യമായി കിച്ചൻ മംഗലശ്ശേരിയിൽ വന്നപ്പോ നിന്റെ ഭർത്താവ് കിച്ചനാണെന്ന് നീ എല്ലാവരുടെ മുമ്പിൽ സമ്മതിച്ചത് ഓർക്കുന്നില്ലേ? കിച്ചൻ മനയിൽ വെച്ച് സ്വാതിയോട് പറഞ്ഞത് മംഗലശ്ശേരിയിലുള്ള ഒരാളാണ് കിച്ചനെ രംഗത്തിറക്കിയതെന്നാ. അതാരാണെന്ന് മാത്രം അവള് പറഞ്ഞില്ല. ദേ, നിന്റെ ഭർത്താവ് ആരാണെന്ന സത്യം മൂടി വെക്കേണ്ടത് മംഗലശ്ശേരിയിൽ തന്നെ ഉള്ള ഒരാളിന്റെ ആവശ്യമായി മാറിയിരിക്കുക. കാര്യങ്ങളിപ്പോ അവിടെ അച്ഛന്ന് നിൽക്കുന്നത്. ദിനേശൻ അങ്കിളിനെയും കാവേരിയപ്പച്ചയെ രാജുവിനെയും സ്വാതി നിലത്ത് നിർത്താതെ ചോദ്യം ചെയ്യാ. അയ്യോ, ഞാൻ എന്ത് ചെയ്യാനാ? ഇതൊക്കെ കൊണ്ട് ഞാൻ ഇനി അങ്ങോട്ട് വരുന്നില്ല എന്ന് പറഞ്ഞത്. വരാതിരുന്നിട്ട് കാര്യമില്ല. ഏത് നിമിഷവും ചോദ്യങ്ങളുമായി സ്വാതി നിന്റെ അടുത്തെത്തും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.